ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ കാറ്റത്തെക്കിളിക്കൂടിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഭാസ്കറിനെ എല്ലാവരും കുറ്റപ്പെടുത്താണ്. അവസാനം ഈ ഉണക്ക ദോശ കഴിക്കുന്നതിനാണോടാ ഞാൻ ഈ ഇത്രയും കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത്, എന്നോടാ ഉണക്ക ദോശ എടുത്തുകൊണ്ട് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കറിനെ ആ പ്ലേറ്റ് എടുത്ത് ഒറ്റയേറിട്ടോ. ഇതൊക്കെ കണ്ട് സങ്കടം വന്നത് സുഭാഷിനാണ്. ഭാസ്കരൻ കഴിക്കാതെ എഴുന്നേറ്റ് അങ്ങ് പോവുകയും ചെയ്തു. ശിവനെ, ദേ ഈ നാട്ടിലെ വേണ്ടുവോളം കടകളുണ്ട്. കാശ് എറിഞ്ഞു കൊടുത്താൽ കഴിക്കാൻ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. നിൻ്റെ ഒന്നും ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ പട്ടിണിക്കിടാൻ വന്നേക്കുന്നു. എൻ്റെ തന്ത വിചാരിച്ചിട്ട് എന്നെ പട്ടിണിക്കിടാൻ പറ്റിയിട്ടില്ല. പിന്നെയാ നീ. ഭാസ്കരൻ്റെ കയ്യിലെ കാശുണ്ട്. അതുകൊണ്ട് ഭാസ്കരൻ കടയിൽ നിന്ന് മേടിച്ചു തിന്നും. അത് തീരുമ്പോൾ ഭാസ്കരൻ ടിപ്പർ ഓടിക്കാൻ പോകും. അതുകൊണ്ട് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും കിട്ടും. മനസ്സിലായോ? 2 ദിവസം പോയാൽ മതി. ഞാൻ ഈ വീട് ഇവിടെ നിന്ന് വേണമെങ്കിൽ നിനക്ക് പോകാം. ഭാസ്കരനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനേ ഒരുത്തനുമായിട്ടില്ല. അവൻ്റെ ഒരു ഉണക്ക ദോശ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അങ്ങ് ഇറങ്ങിപ്പോയി. സുഭാഷാണെങ്കിൽ ഹരീഷിനെ നോക്കി, കഴിക്കാനിരിക്കുന്നവരോട് ഇങ്ങനെയൊക്കെ പറയാവോ മോനെ? കഴിക്കുന്ന ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടതുപോലെ ആയില്ലേ? സുഭാഷേട്ടന് മാത്രം എന്താ അയാളോട് ഇത്ര വലിയ സോഫ്റ്റ് കോർണർ? പോകണമെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കണം. അയാൾ പോയ വീട് നന്നാവൂലേ എന്ന് ഹരീഷ് ചോദിച്ചു. നികേഷും കഴിക്കാതെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുക. നീ ഒന്നും കഴിച്ചില്ലല്ലോ. വിശപ്പില്ല, ഞാൻ ചൂടായിട്ട് 2 ചുട്ടു തരാം. ഭക്ഷണം ഇറങ്ങുന്നില്ല ഏട്ടാ, വേണ്ട എന്ന് നികേഷ് പറഞ്ഞു. അങ്ങനെ നികേഷും കഴിച്ചില്ല. ഹരീഷിന് കഴിക്കാൻ പറ്റുമോ? അതുമില്ല. ഈ വീട് പണ്ടും പഴയതുപോലെയായി. വഴിയിലോട്ട് പോകുന്നവരൊക്കെ ഇവിടുത്തെ വഴക്ക് കേൾക്കും. അത് കണ്ട ആൾക്കാർ ചിരിക്കും. പഴയതുപോലെ, എല്ലാം പഴയതുപോലെ തന്നെയായി. സാരമില്ല, അതാണ് വിധി എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം എന്നും പറഞ്ഞ് നികേഷ് അങ്ങ് പോയി. ഇതേ സമയം നമ്മുടെ നിധിയും കഴിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. കൂട്ടുകാരി വന്നിട്ട് താഴെ മിസ് ഹോളിൽ കണ്ടില്ലല്ലോ, എന്താ കഴിക്കാൻ വരാതിരുന്നത് എന്ന് ചോദിച്ചു. വിശപ്പില്ലായിരുന്നു. എന്തു പറ്റി? ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ? ഡയറ്റാ? അങ്ങനൊന്നുമില്ല. ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ആദ്യം എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ശീലമായി. വേണമെങ്കിൽ നമുക്ക് പുറത്തു പോയി കഴിക്കാം. വേണ്ട, എനിക്ക് ഓക്കെയാണ്. റൂംമേറ്റിനെ കണ്ടോ? രാവിലെ കണ്ടു, ജസ്റ്റ് പരിചയപ്പെട്ടു. വൈകിട്ട് കണ്ടില്ല. അവൾക്ക് നൈറ്റായിരിക്കും. ഞാൻ വാർഡനോടെ റൂം മാറ്റുന്നതിനെക്കുറിച്ച് ചോദിക്കാം. ഈ റൂമിലേക്ക് എനിക്ക് ഷിഫ്റ്റ് ആകാൻ പറ്റിയ നിധിക്കൊരു കൂട്ടാവൂലോ? മാത്രമല്ല എൻ്റെ റൂമിലെ ഒരു ഹിന്ദിക്കാരി കുട്ടിയാ. എന്ത് പറയാനാ? കൈസാ ഹൈ അച്ഛാ ഹൈ, അത്രയേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പരിപാടി. ഇവിടെ ആകുമ്പോൾ നമുക്ക് സംസാരിച്ചിരിക്കാമല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നിധിക്കൊരു ബോറടി മാറി കിട്ടി. എന്നാൽ പോലും എപ്പോഴും മനസ്സിൽ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കടന്നു വരുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടുകാരി അന്തം ആ ജനലിലേക്ക് ഇങ്ങനെ നോക്കുന്നതാണ് നിധി കാണുന്നത്. നിധി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു റെഡ് ബലൂൺ, നല്ല ഷൈനിങ് ഉള്ള ഒരു റെഡ് ബലൂണിൽ അതിൽ ഒരു സൈഡിൽ സോറി, ഒരു സൈഡിൽ വെരി വെരി സോറി എഴുതിയിട്ടുണ്ട്. അന്തം വിട്ടവരിങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം പതുക്കെ നിധി ആ ജനലിലേക്ക് പോയി ഒന്നുകൂടെ അതിലേക്ക് നോക്കിയിട്ടോ. പക്ഷേ ആ ബലൂണിൻ്റെ ഉറവിടം താഴേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് സുധീഷ്. നിധിക്ക് ദേഷ്യം വന്നു. നിധി നേരെ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ഇവിടെ വന്ന് ഒരു സീൻ ഉണ്ടാക്കാൻ, എന്നെ നാണം കെടുത്താൻ വേണ്ടി വന്നതാണോ? അയ്യോ, സീൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. നിധിയെ നാണം കെടുത്താനോ? അയ്യോ, തമിഴ് സിനിമയൊക്കെ കണ്ടോ? പക്ഷെ അത് എൻ്റെ മുന്നിൽ കാണിക്കാനായിട്ട് നിൽക്കരുത്. ഇവിടെ ഉള്ളവരെ എന്താണെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? ഞാൻ സോറി പറയാൻ വേണ്ടിയിട്ട് അവസരം കിട്ടാണ്ടായപ്പോൾ എന്നെ കുറേ കൂടി അപമാനിക്കാമെന്ന് കരുതിയിട്ടാണോ? അപ്പോൾ നിധിയുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഇറങ്ങി വന്നു, ഹോസ്റ്റലുള്ളവർ. നിധി പ്ലീസ് എന്നെ ചീത്ത വിളിക്കല്ലേ, ഞാൻ ഒന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. സീൻ ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോ സുധീഷേ എന്നാണ് ദേഷ്യത്തോടു കൂടി നിധി പറഞ്ഞത്. നിധി പ്ലീസ്, ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിക്കുന്നു. ഒരു തവണത്തേക്ക് മാപ്പ് താ. ആദ്യം ബലൂൺ താഴെ ഇറക്കുക. അങ്ങനെ ബലൂൺ താത്തി പിടിച്ചു കേട്ടോ. പ്ലീസ് നിധി പ്ലീസ് എന്നും പറഞ്ഞ് സോറി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനിയെങ്കിലും പറഞ്ഞൂടെ സോറി? നിധി, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ വരും, ഇങ്ങനെ തന്നെ ചെയ്യും. എന്നെ ഇനിയും ടോർച്ചർ ചെയ്യാനാണ് ഭാവമെങ്കിൽ എനിക്ക് പരാതി കൊടുക്കേണ്ടി വരും എന്ന് നിധി പറഞ്ഞപ്പോൾ, ഒന്ന് ക്ഷമിച്ചു തരാനാണോ ഇങ്ങനെ ബലം പിടിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ, ഞാൻ അതുപോലെ ചെയ്യാം. ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടി നടത്തണം, മേലിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കണം, എന്നിട്ട് ആലോചിക്കാം മാപ്പിനെ പറ്റി എന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും സുധീഷിൻ്റെ കയ്യിൽ നിന്ന് ആ ബലൂൺ പിടിവിട്ടു ആകാശത്തേക്ക് പറന്നു പോയി. സുധീഷ് ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. നിധി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും നിധിയുടെ കൂട്ടുകാർ 4 പേര് നിൽക്കുക. അപ്പോഴേക്കും സുധീഷ് വന്നിട്ട് കൂട്ടുകാരിമാരോട് പറഞ്ഞു, നിധി അച്ഛനങ്ങ് മാറിയപ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഞാനേ നിധിയോടൊരു തെറ്റ് ചെയ്തായിരുന്നേ, അതൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾ നിധിയോടൊന്ന് പറയണേ എന്ന് പറഞ്ഞു. പ്ലീസ്. അപ്പോഴേക്കും നിധി ഇതൊക്കെ കേട്ടോണ്ട് കൊല്ലി തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു.
കൂട്ടുകാരിമാരെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. ആ ബലൂൺ അപ്പോഴും ആകാശത്ത് പാറിക്കളിക്കുകയാണ്. എന്തായാലും ഹോസ്റ്റലിൽ നിധിയെ ചോദ്യം ചെയ്യാനായിട്ട് കൂട്ടുകാരിമാരല്ല, അല്ലെങ്കിൽ ഹോസ്റ്റൽ മേറ്റ്സ് എല്ലാവരും കയറിയിട്ടുണ്ട്. ആൾ നിധിയുടെ കസിനാന്നല്ലേ പറഞ്ഞത്, എന്ത് സോറിയും ചോദിച്ച് വന്ന് നിൽക്കുന്നത്? എന്തു പറ്റി? ബലൂണിൽ സോറി എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, തമിഴ് സിനിമാ പാട്ട് പോലെ. ഇത് ബോയ് ഫ്രണ്ടാ എന്നൊരു കൂട്ടുകാരി ചോദിച്ചു. ഏയ് അല്ല, എന്തോ ചെറിയ തെറ്റിന് പിണങ്ങിയിട്ട് സോറി ചോദിക്കുന്ന പോലെയാണല്ലോ തോന്നിയത്. ഒന്ന് സോറി കൊടുത്തേരെ നിധി, അല്ലേ? വരുമ്പോഴേക്കും തന്നെ റാഗ് ചെയ്യാനുള്ള അവസരമായിട്ട് ഇതെടുക്കണ്ട, നിങ്ങൾ ചെല്ല് എന്ന് നിധിയുടെ ആ കൂട്ടുകാരി, ഓഫീസിലെ കൂട്ടുകാരി ബാക്കിയുള്ളവരോട് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നിധിയുടെ കൂട്ടുകാരി ചോദിച്ചു, അവർ സംശയിച്ചത് ശരിയാ, റിലേറ്റീവായ ആളെന്തിനാ ഇങ്ങനെ പിന്നാലെ വരുന്നത്? ആരാ അത്? അയാൾ തന്നെ പ്രപ്പോസ് ചെയ്തോ? അതിഷ്ടപ്പെടാത്തതുകൊണ്ടാണോ വീട് വിട്ടിറങ്ങി വന്നത്? അതൊന്നുമില്ല ദിവ്യ, താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നത് നല്ലത്, പ്ലീസ്. ശരി, ഗുഡ് നൈറ്റ്. അങ്ങനെ ആ ദിവ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. നിധിയാണെങ്കിൽ ഇവിടെയും ജീവിക്കാൻ അനുവദിക്കില്ലയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരൻ്റെ ചേട്ടനും, അതായത് നമ്മുടെ സുനന്ദയുടെ മാമനും കൂടിയിട്ട് ഒരു കടയിലിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ചൊരു കടയിൽ കയറിയതല്ല, യാദൃശ്ചികമായിട്ട് വന്നു പെട്ടതാണ്. ആദ്യം ചായ കുടിച്ചുകൊണ്ടിരുന്നത് ഭാസ്കരനാണ്. പിന്നെയാണ് ഈ വലിയ വന്നത്. ആദ്യം ചായ ചോദിച്ചാൽ ഞാനാ, എനിക്ക് തന്നിട്ട് നീ ഏത് അലവലാതിക്കും കൊടുത്താൽ മതി എന്ന് ഭാസ്കരൻ പറഞ്ഞു കേട്ടോ. എന്തിനാ ഭാസ്കരേട്ടാ വെറുതെ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കുന്നത്? എനിക്കങ്ങനെയാണോ? ഒന്നിനും കൊള്ളാത്തൊരു ഇല കിടക്കുന്നത് കണ്ടാൽ വെറുതെ ചവിട്ടി ഞാൻ വഴക്കുണ്ടാക്കും, ചവിട്ടാൻ തോന്നും. കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ശീലവാത് എന്നൊക്കെ പറഞ്ഞു. ദേ ചായ എന്നും പറഞ്ഞ് രണ്ടുപേർക്കും ചായ കൊടുത്തു കേട്ടോ. കൊടു ചൂടോടെ വിഴുങ്ങട്ടെ, എന്തൊരു ശൗര്യായിരുന്നു എന്നൊക്കെ ഭാസ്കരൻ കളിയാക്കുകയാണ്. ഇപ്പോൾ സൊനഞ്ചയുടെ വീട്ടുകാരെന്നാ താന്ന് നിൽക്കുകയാണല്ലോ. സുഭാഷ് വന്നു. എന്താടാ ചായ കുടിക്കുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, 2 പാക്കറ്റ് ബിസ്ക്കറ്റ്. രാജാ ബിസ്ക്കറ്റ് കൊടുക്കുക, കാശ് എൻ്റെ പറ്റിലെഴുതിക്കോ എന്ന് ഭാസ്കരൻ. വേണ്ട, ഞാൻ കൊടുത്തോളാം. എന്നാൽ പിന്നെ എൻ്റെ ചായയുടെ കാശൂടെ കൊടുത്തോളാം എന്ന് ഭാസ്കരൻ പറഞ്ഞു. സുഭാഷ് ഒന്നും മിണ്ടിയില്ല. അല്ല, ഇപ്പോഴാണ് ഓർത്തത്. അല്ല സുഭാഷേ, നിൻ്റെ അനിയൻ്റെ ഭാര്യ വീട് വിട്ടു പോയോ എന്ന് ചായക്കടക്കാരൻ ഇങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഈ ഭാസ്കരൻ്റെ ചേട്ടൻ അവിടെ ഇരുന്ന് വലിയ വായിച്ചിരിക്കുകയാണ് കേട്ടോ. സുഭാഷ് അങ്ങനൊന്നുമില്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? അങ്ങനെയല്ലല്ലോ ആളുകൾ പറയുന്നത്. ആ പെണ്ണിപ്പോൾ വീട്ടിലില്ലല്ലോ സുഭാഷേ എന്ന് നാട്ടുകാർ. അപ്പോഴും ഈ ഭാസ്കരൻ്റെ ചേട്ടൻ നിന്ന് വലിയ വായിച്ചിരിക്കുക. ഭാസ്കരൻ ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് വേഗം എടുക്കുക ബിസ്ക്കറ്റ് എന്ന് സുഭാഷ് പറഞ്ഞു. ഭാസ്കരൻ തലയും കുനിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റ് എടുത്തു. ഇത്രയും കാലം ആ കുട്ടി അവിടെ നിന്ന് തന്നെ വലിയ കാര്യമല്ലേ എന്ന് ചായക്കടക്കാരൻ. നാട് മുഴുവൻ അറിയിച്ച് റിസപ്ഷൻ നടത്തിയിട്ടുകൊണ്ടൊന്നും കാര്യമില്ല, വീടിൻ്റെ രാശി മാറില്ലല്ലോ എന്ന് ഭാസ്കരൻ്റെ ചേട്ടൻ അവിടെ ഇരുന്ന് കളിയാക്കി പറഞ്ഞ് ചിരിക്കുക. ചായക്കടക്കാരൻ ബാക്കി പൈസ കൊടുക്കുന്നതിനിടെ ഇനി ആ കുട്ടി തിരിച്ചു വരുമോ എന്ന് സുഭാഷിനോട് ചോദിച്ചു. സുഭാഷ് ഒന്നും മിണ്ടാതെ പോയി. അവന് മറുപടി ഇല്ലാത്തതുകൊണ്ട് അവൻ ഓടുന്നേ എന്നും പറഞ്ഞ് കക്കക്കക്ക എന്നും പറഞ്ഞ് ചിരിയാണ് ഭാസ്കരൻ്റെ ചേട്ടൻ. ഭാസ്കരൻ അവിടെ ഇരുന്നു കക്കക്കക്ക എന്നും പറഞ്ഞ് കളിയാക്കി കാണിച്ചു. എന്തിനാണോ നീ ഇങ്ങനെ കക്കക്കക്ക എന്നും പറഞ്ഞ് ചിരിക്കുന്നത്? അവന് ഉത്തരവില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. പറയട്ടെ? ഉത്തരം പറയണോ? പറഞ്ഞോടോ. എന്തുത്തരവാടാ നിൻ്റെ കയ്യിലുള്ളത്? ഉണ്ടോടോ, എല്ലാത്തിനും ഉത്തരവുണ്ട്, പറയാം എന്നും പറഞ്ഞ് ഭാസ്കരൻ്റെ ചേട്ടൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു. ഇങ്ങോട്ട് വാടോ, നാട്ടുകാരെ കൊണ്ട് കേൾപ്പിക്കണ്ട, പറയാം ബ്രോ എന്നും പറഞ്ഞ് വലിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് മാറ്റി നിർത്തി. എൻ്റെ മരുമോൾ വീട്ടിൽ നിന്ന് പോയതിരിക്കട്ടെ, നിൻ്റെ മരുമകൾ, അതായത് നിൻ്റെയും എൻ്റെയും അനിയത്തി പൂതനയുടെ മകൾ, അവൾ ഭർത്താവിൻ്റെ കൂടെ വാഴണമെന്ന് നീ എപ്പം തീരുമാനിക്കണം. അനാവശ്യം പറയരുത്. അനാവശ്യം നിനക്ക് പറയാം, ഞാൻ മിണ്ടാൻ പാടില്ല. അതെവിടുത്തെ ന്യായം? നിൻ്റെ മരുമകൾ അവളുടെ കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ഞാൻ ഇവിടെ പറയണോ? റോഡിൽ നിന്ന് വിളിച്ചു കൂടണോ? അതോ സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യണോ? ബഗാസുര പറ. അത് പറഞ്ഞാൽ പിന്നെ നാട്ടുകാർ പറഞ്ഞ് രസിക്കുന്നത് ആ കഥയായിരിക്കും. കല്യാണത്തിന് മുമ്പ് ഒളിച്ചും പാത്തും അവൾ എൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞാൽ എന്തായിരിക്കും ഇവർ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞ് വരുത്തിക്കോളും. വേണോ? ഭാസ്കര വേണ്ട, ഞാൻ പിന്നെ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. എന്തു പറ്റി ചേട്ടന് എന്നെ കൂടെ സംസാരം? അത് ചെറിയ കാര്യം മിസ്റ്റർ കോളാമ്പി, കേൾക്കാൻ ഇൻട്രസ്റ്റ് കൂടും. പറയണോ? പറ എന്ന് ആ ചേട്ടൻ പറഞ്ഞു. ഭാസ്കര വേണ്ട, ഒരു പെൺകുട്ടിയുടെ ഭാവമാണ്. അപ്പം എൻ്റെ പെൺകുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്കൊന്നും ഭൂതം ഭാവിയൊന്നും ഇല്ലേ? ഭാസ്കര കാര്യം പറ. ഇവനൊരു കിറുക്ക, അവൻ പറയുന്നൊന്നും കേൾക്കണ്ട. അപ്പം ഞാൻ കിറുക്കനായോ? ഞാൻ കാരണം ഒരു പെണ്ണിനും അപവാദം കേൾക്കരുത് എന്നാണ് ഞാൻ
കരുതുന്നത്. ഈ വീട്ടിൽ ഒരു പെൺകുട്ടികളുടെ ഭാവി നഷ്ടപ്പെടരുതെന്ന്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാ സമയത്തും ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണ്ട. വൈകിട്ട് ഒഴിക്കുന്ന പെഗ്ഗിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയാൽ എനിക്ക് ഓർമ്മ വരും. പെട്ടെന്ന് തന്നെ ഞാൻ ഈ കാര്യം പുറത്തേക്ക് ഛർദ്ദിക്കും. അതുകൊണ്ട് ഭാസ്കറിൻ്റെ വീടിനെക്കുറിച്ച് ഇനി മുതൽ പറയുമ്പോൾ ഒന്ന് കരുതി പറഞ്ഞോണം, കേട്ടല്ലോ. അതർവൈസ് യു സീ മൈ റിയൽ ഫേസ്. ഓക്കെ, ഞാൻ സൈക്കിൾ എടുത്ത് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് ഇവിടെ ഉണ്ടാവണം, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വലിയ മാസ് നടത്തമൊക്കെ നടന്ന് ഈ പുള്ളിക്കാരൻ ഭാസ്കരൻ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വീടാണ്. സുഭാഷ് നോക്കിയപ്പോൾ നികേഷ് മൂടി പൊതിച്ച് കിടക്കുകയാണ് കേട്ടോ പകല്. സുധീഷ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നികേഷിന് പനിയാണ് കേട്ടോ. വീട്ടിലെന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പനിക്കുന്നത് നികേഷിനാണ്. ഈ ചെറുക്കൻ്റെ ഇത് എന്താ എന്ന് ഹരീഷ് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഹരീഷ് ഇറങ്ങിപ്പോയി. സുധീഷാണെങ്കിൽ ഒന്നും ഇണ്ടാതെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാനേ അവിനാശിനെ വിളിച്ചിട്ട് നിന്നോട് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയാം. ഇവിടെ നിൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ എന്ന് സുഭാഷ് ചോദിച്ചു. വേണ്ട, ഏട്ടൻ പൊക്കോ. സുഭാഷ് ഏട്ടാ ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ നോക്കിക്കോളാം. അല്ല നിനക്ക് സമയമില്ലല്ലോ, എനിക്ക് വേറെ എന്താ പണി, ഞാൻ നോക്കിക്കോളാം. അവൻ എല്ലാ കുട്ടിയൊന്നും അല്ലല്ലോ. സമയത്തിന് ഗുളികയൊക്കെ കൊടുക്കണം. ഇപ്പോൾ ഒരെണ്ണം കൊടുത്തില്ലേ, അത് മതി. ഇനി ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരെണ്ണം കൊടുത്ത് നോക്കാം. അത് കട്ടിയുള്ളത് ഒരെണ്ണം ഒന്നും അത് ഞാൻ കൊടുത്തോളാം, പോരെ. അങ്ങനെ സുഭാഷ് പോകാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ സുധീഷ് നികേഷിനരികെ വന്നിരുന്നു. നികേഷിന് ദേഷ്യമുണ്ട് സുധീഷിനോട്. നന്നായിട്ട് പൊള്ളുന്നുണ്ടല്ലോ മോനെ. ആ, വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിനക്ക് മാത്രം പനി വരുന്നത് എങ്ങനെയാടാ? ഗുളിക കഴിച്ചല്ലോ, ഇനി മാറിക്കോളും. ചായ വെച്ച് തരണോ? വേണ്ട. നികേഷ് കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ്. നീ വേണമെങ്കിൽ അവൾക്കൊന്ന് ഫോൺ ചെയ്യടാ. ഈ വീഡിയോ കോൾ വിളിക്കുക. എന്തിന്? ഒന്ന് വിളിക്കടാ. എന്തിനാന്ന് ആദ്യം പറ. നിനക്ക് പനിയാന്ന് പറ, സുഖമില്ലാന്ന് പറ. നിനക്ക് വയ്യെന്നറിഞ്ഞാൽ അവൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചെയ്യില്ല. നീ വിളിച്ച് അവൾ എടുക്കും. സുധീഷനൊന്ന് പോയേ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. സുധീഷിനെ പോയി വിളിച്ചോ. എന്നെ ഒന്നും അഭിനയിപ്പിക്കാൻ നോക്കണ്ട, നാണമില്ലല്ലോ എന്ന് പറഞ്ഞു. അവൾ പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലേ നിനക്ക് പനി വന്നത്. നിനക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്ത് പറഞ്ഞാലും പനി വരുന്ന എല്ലാ കുട്ടി അങ്ങനെ സ്വയം കാര്യങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് പറ്റത്തില്ല എൻ്റെ കാര്യം നോക്കാൻ എന്നും പറഞ്ഞു സുധീഷ് അങ്ങ് എഴുന്നേറ്റ് മാറിപ്പോയി. എങ്ങനെയെങ്കിലും ഈ അവളെ ഇവിടെ കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഇപ്പോൾ സുധീഷിനുള്ളൂ. എന്തായാലും നിധി ഓഫീസിലെത്തി കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ഇടയ്ക്കൊന്ന് വിളിക്കുകയാണ് വിശേഷമൊക്കെ ചോദിക്കാനായിട്ട്. പുതിയ താമസസ്ഥലമൊക്കെ. ജോലി സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിച്ചോ മോളെ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ശരി, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാട്ടോ നിധി എന്നൊക്കെ പറഞ്ഞു. അല്ല, വീട്ടിൽ വന്ന് താമസിക്കണമെന്നൊന്നും അല്ല പറഞ്ഞത്. നിനക്ക് എപ്പോഴെങ്കിലും വന്ന് പോകണമെന്ന് തോന്നുവാണെങ്കിൽ മടി കാണിക്കരുത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു വെളിപ്പുറത്ത് സുഭാഷേട്ടനുണ്ട്. ഇത് കേട്ട് എനിക്ക് ആകെ സങ്കടമായിട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.